പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം സംസാരിക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാനും സഹായിക്കുവാനും ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളോട് പറയുക ഇതുതന്നെയായിരിക്കും: നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വലത്ത് കൈ സൂചിപ്പിക്കുക ഒരു വ്യക്തിയുടെ കീർത്തിയെയും അധികാരത്തെയുമാണ്. മനുഷ്യൻ പലപ്പോഴും അഹങ്കരിക്കുവാനും സ്വാർത്ഥനാകാനും ഇടയുള്ള മേഖലകൾ ആണ് ഇവ. അധികാരത്തോടുള്ള ഭ്രമവും മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് അറിയപ്പെടണം, ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള ആഗ്രഹവും പലരെയും അഹങ്കാരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവ് നമ്മളോട് പറയുക ഇതുതന്നെയാണ്: നിന്റെ വലത്ത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു. നമ്മളും സ്വാർത്ഥരാകാനും അഹങ്കരിക്കുവാനും സാധ്യതയുള്ള അവസ്ഥകളിൽ ഈശോയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ പതിയട്ടെ. എത്രയേറെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുവോ, അതിലേറെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകിയെത്തും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ എളിമയോടുകൂടെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ തിരുമുമ്പിൽ എളിമയെന്ന പുണ്യത്തിൽ വ്യാപരിക്കുവാൻ തക്കവിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ വ്യക്തിഗതമായ എല്ലാ പ്രാർത്ഥനകളെയും കൊടുക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.